So hi guys, so welcome to our channel. കുറേ ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുമായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ. അതെ, സോ ഞങ്ങളിപ്പം ഒരു യൂട്യൂബ് ചാനൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഫ്രീ ആയി. സോ ഇന്നത്തെ വ്ളോഗ് ഈസ് അബൌട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ലപോലെ ഫുഡ് അടിക്കുക എന്നാണ് ഇന്നത്തെ ഒരു പ്രധാന ധർമ്മം. സോ ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്, അവർ ജോയിൻ ചെയ്യുന്നതാണ്. ഞങ്ങളിങ്ങനെ പോകുന്നു. ഓക്കെ, ഇന്ന് തണുപ്പുണ്ട്. ഇന്ന് ഒരുവിധം നല്ല തണുപ്പുണ്ട്. ഒരുവിധം ഇപ്പം ഏതാണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറയാൻ പറഞ്ഞു ഞങ്ങൾ ജോർജിയയിലാണ്. സോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഞങ്ങൾ ഏതാണ്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കുവാണ്. സോ ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ അറ്റ് ലാസ്റ്റ് രണ്ടെണ്ണം എത്തിയിട്ടുണ്ട്. സോ എത്തിയിരിക്കുവാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് പ്രധാന ധർമ്മം. സോ ഇപ്പോൾ ലുബ്ലിയാനിയിലെ എവിടെ ഗിയോർഗി ത്രവെറ്റ്സ്ക്രോ ആ സ്ട്രീറ്റിലാണ് എത്തിയിട്ടുണ്ട്. സോ അതാ അങ്ങ് അകലെയാണ് നമ്മൾ പോകാനിരിക്കുന്ന റെസ്റ്റോറൻ്റ് ഉള്ളത്. സോ വെൽക്കം ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട്. So that's it. ഡിസ്കഷൻ നടക്കുവാണ്. എക്സാമിന് പോലും ഇത്രയും വലിയ ഡിസ്കഷൻസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഫുഡിന് നമ്മൾ ഭയങ്കര ഡിസ്കഷൻസ് ആണ്. സോ ഒരു ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പ്യൂർ വെജ് അത് കഴിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് ഡെൽസിയിലോട്ട് പോകാൻ പോവാണ്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, 7 കിലോമീറ്റേഴ്സ്. അതെ, അപ്പം ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഡെൽസിയിൽ ഡയറക്റ്റ് ബസ്സിൽ പോകാമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് ബസ്സിൽ ഫസ്റ്റ് കയറി. ഇത് ഡയറക്റ്റ് സെറാത്തീലിയിലെത്തും. പിന്നെ അവിടെ നിന്ന് മെട്രോ എടുത്തിട്ട് പോകാമെന്നാണ് പ്ലാന്. സെറാത്തീലിലെത്തിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റും ചെറിയതായിട്ട് മഞ്ഞും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മെട്രോയ്ക്കൊക്കെ തെറ്റി മെട്രോയിൽ ടാപ്പ് ചെയ്ത് അകത്ത് കയറി. പിന്നെ ഞങ്ങൾ നേരെ മെട്രോ എടുത്തു. നേരെ നമ്മൾ ഡൽസിയിലിറങ്ങി. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഡെൽസി റെസ്റ്റോറൻറ്റിലെത്തി. ഞങ്ങളിങ്ങനെ ഇവിടെ ഓർഡറൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ഹെവി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ളൊരു എന്താ ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് വൈൻ മേക്കിംഗ് ഷോപ്പിൻ്റെ റെനോവേറ്റ് ചെയ്തിട്ട് അവർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആക്കിയതാണ്. നല്ലൊരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുക ഫുഡ് വന്നു. കിട്ടില്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റിയായിരുന്നു. ഞങ്ങളൊക്കെ ഓരോരുത്തർ ഡിഷസാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു. ഞങ്ങളെല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു, എക്സാമിൻ്റെയും സ്ട്രെസ്സിൻ്റെയും. അതെല്ലാം ഫുഡ് കഴിച്ചതോടെ ഞങ്ങൾക്കെല്ലാം പോയി. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ശേഷം ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിലോട്ട് കയറി. ബസ്സിൽ നിന്ന് ഞങ്ങൾ വേറെ കുറേ പ്ലാൻസൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ ഫുഡ് കഴിച്ചുകൊണ്ട് ഒട്ടും വയ്യാണ്ടായി. ഞങ്ങൾ വിചാരിച്ചു ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബസ് എടുത്തു. തിരിച്ച് നമ്മൾ വന്നു. സോ ഇത്രയേ ഉള്ളൂ. സോ ഇറ്റ്സ് എ നൈസ് ഡേ. ഇന്നൊരു നല്ല ദിവസമായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും സാധാരണ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒന്നിച്ചിരിക്കാറില്ല. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ക്ലാസ്സസൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. വല്ലപ്പോഴൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഒത്തുകൂടുന്നത്. ആ ദിവസങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും, പുറത്ത് പോകാൻ നോക്കും, ഓരോ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. സോ അത്രയേ ഉള്ളൂ. ഹാപ്പി ശുഭദിനം.